നമ്മുടെ ഇടയിലുള്ള വേറിട്ട കഴിവുകളെ അറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് അല്ലേ? അത്തരത്തിലുള്ള വ്യത്യസ്തമാർന്ന കഴിവുകളുടെ അവതരണവുമായി ലിറ്റിൽ സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു കൊച്ചുമിടുക്കനാണ് കേട്ടോ. ഒത്തിരിയേറെ കലകളിൽ തൻ്റെ മികവ് തെളിയിച്ച് വളരെയധികം മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഇടം നേടിയ ഒരു കൊച്ചുമിടുക്കൻ ഉദിത് നായർ. അപ്പോൾ നമുക്ക് ഉദിത്തിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? ആളിവിടെ വെൽ സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. സോ ഉദിത്, വെൽക്കം ടു ലിറ്റിൽ സ്റ്റാർസ്. സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എങ്ങനെ പോകുന്നു വെക്കേഷനൊക്കെ? വെക്കേഷൻ കിടിലായിട്ട് പോകുന്നു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി എയ്ത്തില്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഉദിത്തിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഹായ്, ഞാൻ ഉദിത് നായർ. ഞാൻ ശബരിഗിരി ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ട്രയാങ്കിൾ ക്യൂബ് അല്ലെങ്കിൽ പിരമിഡ്സ് ക്യൂബിലാണ് എനിക്ക് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത്. അന്ന് എനിക്ക് ക്യൂബിൻ്റെ ബേസിക് അൽഗോരിതം അങ്ങനെയൊന്നും അറിഞ്ഞൂടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ ചെയ്തു പിരമിഡ്സ്. എന്നിട്ട് എനിക്ക് 19 സെക്കൻഡ് കിട്ടി. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിന്നപ്പോഴൊന്ന് ജസ്റ്റ് ഒന്ന് റെക്കോർഡായിട്ട് ചെയ്ത് നോക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനെ നമ്മൾ ഷൂട്ട് ചെയ്തു. എന്നിട്ട് എനിക്ക് അപ്പോഴും 19 സെക്കൻഡ് കിട്ടി. എന്നിട്ട് ഇതൊക്കെ കൊടുക്കുകയായിരുന്നു, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് കൊടുക്കുകയായിരുന്നു. ഒരു 6 days ആയപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് മെയിൽ അയച്ച് റെക്കോർഡ് കിട്ടിയെന്ന്. അപ്പോൾ അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാ 3x3, 2x2 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല ടൈം ലിമിറ്റൊക്കെ കുറച്ച് നല്ലൊരു സ്പീഡ് കീപ്പർ ആവാനാണ് എൻ്റെ എയിം. ഓക്കെ, അപ്പോൾ മോൻ ഏറ്റവും കൂടുതൽ ഇതുപോലെ പിരമിഡ്സ് ക്യൂബ് 19 സെക്കൻഡിനുള്ളിൽ സോൾവ് ചെയ്ത് അങ്ങനെയാണ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് ഇതിനുള്ള പ്രചോദനം? എങ്ങനെയാണ് ഈ ഒരു റുബിക്സ് ക്യൂബ് എന്ന ആശയത്തിലോട്ട് എത്തിയത്? എനിക്ക് റുബിക്സ് ക്യൂബിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കുറച്ച് നാൾ മുന്നേ ഇപ്പോൾ ഒരു 1 year ആയിട്ടുണ്ടാവും. അപ്പം 1 yearന് ശേഷം അന്ന് അമ്മ ഈ 3x3 ക്യൂബ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് ഇത് സോൾവ് ചെയ്യാൻ അറിയാം. അപ്പം അമ്മ അന്ന് പഠിച്ച് തന്നെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കണ്ടപ്പോൾ ഇത് അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചത്. അങ്ങനെ അമ്മ പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഐഡിയാസൊക്കെ വെച്ച് ഒരുപാട് നേരം എടുത്ത് കുറച്ച് ബേസിക് ഐഡിയ ഒക്കെ കണ്ടുപിടിച്ച് അങ്ങനെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് 3x3 ഞാൻ സോൾവ് ചെയ്തു. അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ പിരമിഡ്സ് ക്യൂബ് വാങ്ങിച്ചു. എനിക്ക് എൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ട്രയാങ്കിൾ ക്യൂബ് സാധാരണക്കാർക്ക് റുബിക്സ് ക്യൂബിനെ കുറിച്ച് ജസ്റ്റ് കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇതൊക്കെ നമ്മൾ ടോയ് ഷോപ്പിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തൊക്കെ അറിയാം? ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇതെന്താണ്, എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ഈ 3x3, 2x2 എന്നൊക്കെ പറയാം. അപ്പോൾ അതെന്താണ് നമുക്ക് അറിയില്ല. അപ്പോൾ അതെന്താണെന്നൊന്ന് പറയാമോ? 3x3 എന്ന് പറയുന്നത് നമ്മൾ നോർമൽ റുബിക്സ് ക്യൂബാണ്. പിരമിഡ്സ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്ന ക്യൂബാണ്. ഉണ്ടോ? കാണിച്ചു തരാൻ പറ്റുമോ? ഇതാണ് പിരമിഡ്സ് ക്യൂബ്. ട്രയാങ്കിൾ ക്യൂബ് എന്നും പറയും. ഒറിജിനൽ പേര് പിരമിഡ്സ് എന്നാണ്. ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട്. ഇതിന് 4 കളേഴ്സ്, 4 സൈഡ്സ് ഉണ്ട്. നമ്മൾ 3x3 നോർമൽ ക്യൂബിന് 6 സൈഡ് ഉണ്ട്. പിന്നെ ഇത് കണ്ടുപിടിച്ചത് 3x3 കണ്ടുപിടിക്കുന്നതിന് മുന്നേ പിരമിഡ്സ് ക്യൂബ് കണ്ടുപിടിച്ചത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും പഴയ റുബിക്സ് ക്യൂബ്. അപ്പോൾ ഇതാണ് ഞാൻ കോമ്പറ്റീഷൻ ഉപയോഗിക്കുന്ന പിരമിഡ്സ് ക്യൂബ്. ഇത് നമ്മൾ 2x2 ക്യൂബാണ്. ഇത് പിരമിഡ്സ് ക്യൂബ് കണ്ടുപിടിച്ചിട്ട് അടുത്ത വർഷമായിരുന്നു ഇത് കണ്ടുപിടിച്ചത്. പിന്നെ 1991 ഇത് കണ്ടുപിടിച്ചത്, 2017. അപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ട്
ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ 3x3 ക്യൂബ് കണ്ടുപിടിച്ചത്. ഇത് ലാരി ഡി നിക്കോൾ എന്ന് പറയുന്ന ഒരു ഡിസൈനറാണ് ഈ ക്യൂബിനെ കണ്ടുപിടിച്ചത്. ഇപ്പോൾ ലാരി ഡി നിക്കോള് ഇവിടെ ഒഹായോയിലാണ്, 86 ഇയേഴ്സായി. പിരമിഡ്സ് ക്യൂബ് കണ്ടുപിടിച്ച ആൾ ജർമ്മനിയിലാണ് 2022 ഏപ്രിൽ ആയപ്പോൾ മരിച്ചുപോയി. ഇത് നമ്മൾ 3x3 ക്യൂബ്, നോർമൽ ക്യൂബ്. ഈ ക്യൂബിലാണ് ഞാൻ ഫസ്റ്റ് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്ത് തുടങ്ങിയത്. അമ്മ ഇത് വാങ്ങിച്ച് സോൾവ് ചെയ്ത് തുടങ്ങിയപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഞാൻ കോമ്പറ്റീഷന് പോകുന്നതിനനുസരിച്ച് കുറച്ച് ക്യൂബ് അപ്ഗ്രേഡ് ചെയ്ത് സ്പീഡ് ക്യൂബായിട്ട് ആക്കി. ഇതിന് 6 സൈഡുണ്ട്, ഈ ക്യൂബിന് 6 സൈഡുണ്ട്. ഇത് കണ്ടുപിടിച്ചുള്ള പേര് എർണോ റുബിക് എന്നാണ്. എർണോ റുബിക് ഹംഗറിയിലാണ് ഉള്ളത്. ഇപ്പോൾ എർണോ റുബിക്കിന് ഇപ്പോൾ 80 ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ ഇതിൻ്റെ പല പല വേരിയൻറ്റ് ഫോംസ് ആണോ? പല ടൈപ്പാണല്ലേ? അപ്പോൾ ഓരോന്നിനും ഓരോ ഇൻവെൻറ്റേഴ്സ് അങ്ങനെയാണോ? ഓരോ ക്യൂബിനും ഓരോ ഇൻവെൻറ്റേഴ്സ്. ഇത് 3x3, 2x2 അങ്ങനെ വേറെ വേറെ മോഡൽ ക്യൂബ്സിന് വേറെ വേറെ ഇൻവെൻഷൻ വേറെ. ഇതിനെ ക്യൂബിനനുസരിച്ച് കമ്പനി മാറും. ഓക്കെ. അപ്പം മോൻ ഏറ്റവും കൂടുതൽ സോൾവ് ചെയ്തിട്ടുള്ള ഏത് ക്യൂബാണ്? ഏറ്റവും കൂടുതൽ സോൾവ് ചെയ്തിട്ടുള്ളത് ഞാൻ എൻ്റെ ടൈമർ വെച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സോൾവ് ചെയ്തിട്ടുള്ള ഇത് 2x2. അതാണോ ഈസി? ഇത് ഈസി ഒന്നല്ല, എല്ലാം നോർമൽ. ഏറ്റവും ഡിഫിക്കൽട്ട് ഏതാണ് ഇതിൽ സോൾവ് ചെയ്യാനായിട്ട്? ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന 3x3. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ക്യൂബ് സോൾവ് ചെയ്യുമ്പം എന്തെങ്കിലും മെൻ്റൽ ആയിട്ടുള്ള ഓപ്പറേഷൻസോ ട്രിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രിപ്പറേഷനോ ചെയ്യാറുണ്ടോ? എന്ത് പ്രിപ്പറേഷനാണ് ചെയ്യുന്നത്? ഇത് നമ്മൾ കോമ്പറ്റീഷന് പോകുമ്പോൾ നമ്മൾ സ്ക്രാമ്പിളിംഗ് ടേബിൾ എന്നൊരു സ്ക്രാമ്പിളർ ക്യൂബിന് അവിടുത്തെ ഏറ്റവും മെയിൻ ആൾ സ്ക്രാമ്പിളിങ് നമുക്ക് കാണിച്ചു തരും. ഇത് ഓരോ ക്യൂബിനും ഓരോ മൂവ്സിന് ഓരോ പേരുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവർ സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമ്മളെ അടുത്തോട്ട് കൊണ്ടുവരും. എന്നിട്ടൊരു ജസ്റ്റ് കവർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഒരു എന്തോ സാധനമുണ്ട്, കവർ ചെയ്ത് വെച്ചിട്ട് റെഡിയാണോ അല്ലേന്ന് ചോദിക്കും. നമ്മൾ റെഡി എന്ന് പറയുമ്പോൾ ഇതിനെടുക്കും. എന്നിട്ട് നമ്മൾ തന്നെ ഇൻസ്പെക്റ്റ് ചെയ്യും. നമുക്ക് 14 സെക്കൻഡ് സമയമുണ്ട്, 12 സെക്കൻഡ് സമയമുണ്ട്. 14 സെക്കൻഡ് കഴിഞ്ഞ് പോയാൽ പിന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുണ്ടല്ലേ? അപ്പം ഇതെങ്ങനെയാണ് പഠിച്ചത്? ഇത് ഞാൻ പഠിച്ചത് അമ്മേൻ്റെ കയ്യിൽ നിന്ന്. ഇത് 3x3 പഠിച്ചത് അമ്മേൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ പിരമിഡ്സ് ഞാൻ പഠിച്ചതാണ്. സ്വന്തമായിട്ട് ചെയ്ത് പ്രാക്ടീസ്ഡ് ആയല്ലേ? അപ്പം 19 സെക്കൻഡിനുള്ളിൽ സോൾവ് ചെയ്യാൻ പറ്റി അല്ലേ? അപ്പം ഇതിന് പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ആരൊക്കെയാണ് സപ്പോർട്ട്? അമ്മ സപ്പോർട്ടീവാണ്, പാരൻസ് സപ്പോർട്ടീവാണ്. പിന്നെ എൻ്റെ മ്യൂസിക് ടീച്ചർ, ശ്രീധന്യ ടീച്ചർ, ശ്രുതി ടീച്ചർ, ഒരുപാട് പേര്. സ്കൂളിലൊക്കെ എങ്ങനെയാണ്? കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? സ്കൂളിൽ റുബിക്സ് ക്യൂബ് കോമ്പറ്റീഷനായിട്ട് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടീവാണ്. ആണ്. ഇപ്പം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് വന്നല്ലോ, അപ്പോൾ എന്തായിരുന്നു ആ ഒരു കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇതിനെന്തൊക്കെയായിരുന്നു പ്രൊസീജിയേഴ്സ്? ആദ്യം നമ്മൾ ടൈമർ വെച്ച് എന്നിട്ട് ഇത് സോൾവ് ചെയ്തു. ഇത് തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ എഡിറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് അവർക്ക് എന്തായാലും കുഴപ്പമില്ല, അവർക്ക് നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ വേണം. എന്നിട്ട് അവർ വെബ്സൈറ്റ് അയച്ചു കൊടുക്കണം. അത് അവിടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കയറുമ്പോൾ അവരങ്ങനെ കാണിക്കാറുണ്ട് ഇത് ചെയ്യണമെന്ന് സ്റ്റെപ്സ്. ഓക്കെ. അപ്പം ഞാനിതിൽ ഏതെങ്കിലും ഒന്ന് ഷഫിൾ ചെയ്ത് തന്നാൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. എങ്ങനെ വേണോ ചെയ്യാലോ അല്ലേ? എത്ര സമയം എടുക്കും? ഇതെനിക്ക് 19 സെക്കൻഡ് അണ്ടർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പിരമിനാക്സ് അല്ലെങ്കിൽ പിരമിഡ്സ് എന്ന് പറയുന്ന ഒരു ക്യൂബാണിത്. അപ്പം ഈ ഒരു ക്യൂബ് 19 സെക്കൻഡിനുള്ളിൽ സോൾവ് ചെയ്തതിനാണ് ഉദിത്തിന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാനിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉദിത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഉദിത്ത് നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തരും. ഇതെന്താണ്? ടൈമറാണല്ലേ? ഇത് സെറ്റ് ചെയ്യുന്നോ? ടൈമർ സെറ്റ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്?
ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അല്ലാതെ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ അല്ലാതെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇത് വെച്ചിട്ട് ഇങ്ങനെ ലാപ്പിലല്ലെങ്കിൽ ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ ടൈം ചെയ്തിട്ട്. ഇതെന്താണെന്നൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇതാണ് ടൈമർ. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് എല്ലാം ഇതിനകത്താണ്. ഇതിൽ നിന്ന് ഞാൻ ടൈം ചെയ്യും. ഇങ്ങനെ എവിടെ വെച്ചിട്ട് ഇങ്ങനെ ടൈം ചെയ്യും. സ്ക്രാമ്പിളെല്ലാം എനിക്ക് ലാപ്ടോപ്പിൽ നിന്നൊരു CS ടൈമർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അതിനകത്ത് നിന്ന് സ്ക്രാമ്പിൾ കിട്ടും. വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ സ്ക്രാമ്പിളെല്ലാം കിട്ടും. ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് സോൾവ് ചെയ്തിട്ട് ഈ ടൈം അതിനകത്ത് ടൈപ്പ് ചെയ്തിടും ഒന്ന് സേവ് ചെയ്യാൻ. ഇത് മോയു ടൈമറാണ്, മോയു സ്മാർട്ട് ടൈമറാണ്. ഇത് നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതിനൊരു ആപ്പുണ്ട്. ആപ്പിനകത്തും നമുക്ക് സോൾവ് ചെയ്യാം. ഇതിനകത്ത് സോൾവ് ചെയ്യുമ്പോൾ മൊബൈലിനകത്തും ആ ടൈം വരും. അപ്പോൾ ഇത് ഓൾറെഡി പ്രീസെറ്റ് ആയിട്ടുള്ള സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള സംഭവങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുണ്ടോ? വേറെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സ്ക്രാമ്പിൾ ചെയ്ത് തന്നാണെങ്കിൽ പറ്റില്ലേ? പറ്റും. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ ടൈമർ വെച്ചിട്ട്? അപ്പോൾ നമ്മുടെ പിരമിനാക്സും ടൈമറും ഒക്കെ ഇവിടെ സെറ്റാണ്. അപ്പോൾ മോന് സോൾവ് ചെയ്ത് കാണിക്കാമോ? ഓക്കെ. വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ പിരമിനാക്സ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത് സോൾവ് ചെയ്യാനായിട്ട് ചില്ലറ ടാലൻ്റ് ഒന്നും പോരല്ലേ? മാത്സ് അറിയണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. സ്കൂളിലൊക്കെ എങ്ങനെയാ മാത്സിന് നല്ല മാർക്ക് ഉണ്ടാവും? അത്യാവശ്യം നല്ല ഓർക്കും. അത്യാവശ്യം നല്ല മാർക്കുണ്ട്. ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ? ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഇംഗ്ലീഷ്, സയൻസ്. ആണ്. അതെന്താ കൂടുതൽ അതിനോട് ഇഷ്ടം? ഇംഗ്ലീഷ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടം. സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണോ? വേറെ ഇതല്ലാണ്ട് സ്കൂളിൽ വേറെ ഏതൊക്കെ കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുണ്ട്? ആർട്ട് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലായിട്ട് നമ്മൾ സ്കൂളിലുണ്ട്. ആർട്ടുണ്ട്, ഡാൻസ്, മറ്റേ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക്, അങ്ങനെ ഒരുപാട്. മ്യൂസിക് ഇഷ്ടമാണല്ലേ? ഇഷ്ടമാണ്. അപ്പോൾ മ്യൂസിക് പഠിക്കുന്നുണ്ടല്ലേ 4 years ആയിട്ട്? എവിടെയാണ് പഠിക്കുന്നത്? MG മ്യൂസിക് അക്കാഡമി. MG മ്യൂസിക് അക്കാഡമി. അവിടെ ആരാണ് ഗുരു? പഠിപ്പിക്കുന്നതൊക്കെ ആരാണ്? ഞാൻ തുടങ്ങിയത് MG സാറിനെ എന്നാണ്. പിന്നെ ഇപ്പം എന്നെ പഠിപ്പിക്കുന്നത് ശ്രീധന്യ ടീച്ചറാണ്. പിന്നെ പുതിയ പാട്ടുകളെല്ലാം പറഞ്ഞു തരുന്നതും അതെല്ലാം അച്ഛനാണ്. ശ്രീധന്യ ടീച്ചറും പറഞ്ഞു തരും, അമ്മയും പറയും. അച്ഛൻ പാട്ട് പാടും? അച്ഛനെ അമ്മ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ അച്ഛൻ MG ശ്രീകുമാർ സാറിൻ്റെ മാനേജറാണ്. പിന്നെ MG മ്യൂസിക് അക്കാഡമിയിലെ സാറാണ്. നമ്മൾ ഫിലിം മ്യൂസിക്കൊക്കെ പഠിപ്പിക്കാറുണ്ട്, എല്ലാം പഠിപ്പിക്കും. പിന്നെ എൻ്റെ അമ്മ MG മ്യൂസിക് അക്കാഡമിയിലെ ഓൾ കേരള പ്രിൻസിപ്പളാണ്. ഈ ഇടയ്ക്ക് ഒരു ആൽബത്തിലൊക്കെ അഭിനയിച്ചു എന്ന് കേട്ടു, ശരിയാണോ? ഏത് ആൽബത്തിലാണ് അഭിനയിച്ചത്? ഹന്തഭാഗ്യം ജനാന എന്ന് പറയുന്ന ഒരു ആൽബത്തിലാണ്. എൻ്റെ അച്ഛൻ അതിനകത്ത് മ്യൂസിക് ഡയറക്ടറും എഴുതിയതും അച്ഛനായിരുന്നു, രചനയെല്ലാം അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ മ്യൂസിക് ഡയറക്ടറും റൈറ്ററും കൂടെ സോങ്. മോനെ അഭിനയിക്കുകയും ചെയ്തു അല്ലേ അതിനകത്ത്? പാടി അഭിനയിച്ചു. അപ്പോൾ അങ്ങനെ പാടി അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടി തോന്നിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആരാണ് ഈ പാട്ടിലേക്കും കൂടി ഒരു പ്രചോദനമായത്? ആരാ? എങ്ങനെ ഈ പാട്ടിലേക്ക്? റുബിക്സ് ക്യൂബ് ഇപ്പോൾ നമ്മൾ കണ്ടു. റുബിക്സ് ക്യൂബിന് ഓൾറെഡി ഒരു ട്രെയിനർ ഉണ്ടാവുമല്ലോ. ആരായിരുന്നു ആ ട്രെയിനർ? അത് എൻ്റെ ഫസ്റ്റ് കോമ്പറ്റീഷൻ പോയപ്പോൾ ഞാൻ ഇതിനൊന്നും അറിയാതെ തന്നെ പോയി 3x3 ക്യൂബൊക്കെ ഞാൻ അന്ന് 1 മിനിറ്റിൻ്റെ സമയത്തിൻ്റെ എടുത്തു. അപ്പം അന്ന് ഞാൻ ഇത് സോൾവ് ചെയ്തുകൊണ്ട് വരുന്നപ്പോൾ എൻ്റെ ഇത് എങ്ങനത്തെ ടേണിങ്ങും ഒരു ബേസിക്കലും അറിഞ്ഞൂടാതെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതിനകത്തുള്ള മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര ഇമ്പ്രസ്സായിട്ട് എനിക്കൊരു ട്രെയിനറിനെ തന്നു. ഇപ്പോഴത്തെ കേരളയിലെ നമ്പർ വൺ ക്യൂബറാണ്, സ്പീഡ് ക്യൂബറാണ്. ഷെസാദ് എന്നാണ് പേര്. ഓക്കെ. അപ്പം സാർ അതുപോലെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മോന് കിട്ടിയപ്പോൾ സാറിൻ്റെ ഒരു എങ്ങനെയായിരുന്നു ആ ഒരു സാർ പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു സാറ് പറഞ്ഞതൊക്കെ? സാറ് വെൽഡൺ എന്ന് പറഞ്ഞു. സാറിന് ഭയങ്കര അഭിമാനമായിരുന്നു അല്ലേ? സാർ ഗിഫ്റ്റ് ഒക്കെ തന്നോ? ഗിഫ്റ്റ് തന്നു. സാറിന് എന്ത് ഗിഫ്റ്റ് കൊടുത്തു? സാറിന് ഗിഫ്റ്റ് ഇനി
സാറിന് കുട്ടി തന്നെ വലിയൊരു നേട്ടം കൈവരിച്ചതിലുള്ള സന്തോഷമാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റുബിക്സ് ക്യൂബിൽ നിന്ന് നേരെ ഇപ്പോൾ മ്യൂസിക് ഫീൽഡിലോട്ട് പോയി. അതെങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് അല്ലേ? അപ്പോൾ അതിലോട്ടുള്ളൊരു ഇൻസ്പിറേഷൻ, ആ വഴിയൊക്കെ എങ്ങനെയായിരുന്നു? ഇൻസ്പിറേഷനും വരിയെല്ലാം എം ജി സാറിൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ അച്ഛൻ, അമ്മ. അന്ന് എം ജി മ്യൂസിക് അക്കാഡമി തുടങ്ങിയപ്പോൾ ഞാൻ സാറിൻ്റെ കൂടെ, സാറ് എനിക്ക് തുടക്കം ഇട്ട് തന്നു, ആദ്യമായിട്ട് തുടക്കം ഇട്ട് തന്നു. പിന്നെ എന്നെ ടീച്ചേഴ്സ്, അക്കാഡമിയിലെ ടീച്ചേഴ്സ്, ശ്രുതി ടീച്ചർ, ശ്രീധന്യ മാം, പിന്നെ സിജോ സാർ, അങ്ങനെ കുറച്ച് പേരുണ്ട്. മ്യൂസിക് ആണല്ലേ പഠിക്കുന്നത്? ഇപ്പൊ എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട്? 4 years. 4 years ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉദിത് നായർ തന്നെ പാടി അഭിനയിച്ച ഒരു വിഷു ആൽബം ഉണ്ട്. എന്താ, വിഷ്ണു ഭഗവാന്റെ ഒരു ആൽബമാണ് അല്ലേ? മോൻ തന്നെയാണ് പാടിയതും അഭിനയിച്ചതും. ഹന്തഭാഗ്യ ജനാനം എന്ന് പറയുന്ന ആൽബത്തിലെ തന്നെ ഒരു സോങ് ആണ് മോൻ പാടാൻ പോകുന്നത്. അപ്പം നമുക്ക് വേണ്ടി പാടിത്തരുമല്ലോ? ഓക്കെ. ഗുരുവായൂർ നടയെങ്കിൽ കൃഷ്ണാട്ടം കാണാനായി കൃഷ്ണ പരുന്ത് പറന്നിരുന്നു. ഗുരുവായൂർ നടയെങ്കിൽ കൃഷ്ണാട്ടം കാണാനായി കൃഷ്ണ പരുന്ത് പറന്നിരുന്നു. അഷ്ടപതി പാടുമ്പോൾ ഇടയ്ക്കൊക്കെയും കണ്ണനോടെന്തോ പറഞ്ഞിരുന്നു. മാനസഗോപുര നടയിൽ ഞാൻ കണ്ടു കൊന്നപ്പൂ ചൂടിയ കണ്ണനെ കണ്ടു. മേടക്കണിയായി മാറി നീ കണി കാണാൻ ഗുരുവായൂർ സന്നിധിയണയുമ്പോൾ കണ്ടു ഞാൻ ഉണ്ണിക്കണ്ണനെ എന്നുടെ തിങ്കൽ. കണി കാണാൻ ഗുരുവായൂർ സന്നിധിയണയുമ്പോൾ കണ്ടു ഞാൻ ഉണ്ണിക്കണ്ണനെ എന്നുടെ അരികത്തായി. ഓക്കെ മോനെ, അപ്പം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് എഴുതിയത് അച്ഛൻ തന്നെയാണോ? എഴുതിയതും മ്യൂസിക് ഡയറക്റ്റ് ചെയ്തതും എൻ്റെ അച്ഛനാണ്. പിന്നെ വേറെ കുറച്ച് ആൽബങ്ങളും അച്ഛൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇറങ്ങിയ ആൽബം? മോൻ എത്ര ആൽബം ചെയ്തിട്ടുണ്ട് മൊത്തം? ഞാൻ 3 ഏതൊക്കെയാണ്? ഒന്ന് ചിങ്ങപ്പള്ളി, രണ്ടാമത്തത് അരികിൽ പൊന്നയൻ, മൂന്നാമത്തത് ഹന്തഭാഗ്യജനാനം. പിന്നെ ഒരു ക്രിസ്മസ് ആൽബം ചെയ്തില്ലേ? ക്രിസ്മസ് ആൽബം. അത് കഴിഞ്ഞ ക്രിസ്മസിന് റിലീസ് ആയതാണ് അല്ലേ? അതും അച്ഛൻ തന്നെയായിരുന്നു എഴുതിയതൊക്കെ? എഴുതിയത് അച്ഛനല്ല, എഴുതിയത് വേറെ ആരോ, ഓർക്കുന്നില്ല. ഇല്ല. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പം ഇതുപോലെ പാടി അഭിനയിക്കുമ്പോഴേ എന്തൊക്കെയാണ് ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര എക്സ്പീരിയൻസാ. സാറിൻ്റെ കൂടെ പാടുന്നു, ഒന്നാമത്തെ എക്സ്പീരിയൻസ്. എം ജി സാറിൻ്റെ കൂടെ പാടുന്നു. പിന്നെ ഹന്തഭാഗ്യ ജനാലയിലെ കൃഷ്ണനായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റുന്നു. അപ്പൊ സാറിനോടൊക്കെ ഒരു നല്ല ക്ലോസ് റിലേഷൻ ഉണ്ടല്ലേ? അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടിരുന്നു ടോപ്പ് സിംഗറിൽ പോയിരുന്നു അല്ലേ? അവിടെ ടാലൻ്റ് ഒക്കെ കാണിക്കാനായിട്ട് പോയിരുന്നു. അപ്പം ഇതുപോലെ പിരമിനാക്സ് ആണോ ക്യൂബാണോ റുബിക്സ് ക്യൂബാണോ സോൾവ് ചെയ്യുന്നത് കണ്ടു. അന്ന് ഞാൻ ഇതും ചെയ്തു. അപ്പോൾ ആ ഒരു വേദിയിലൊക്കെ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? അന്ന് ടോപ്പ് സിംഗറിൽ പോയപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു. എന്നിട്ട് ഷൂട്ട് തുടങ്ങിയപ്പോൾ എം ജി സാറും ബിന്നി മാമും സരത് സാറും പിന്നെ മധു സാറും ഉണ്ടായിരുന്നു. ഇത്രയും പേരുണ്ടായിരുന്നു. അപ്പം എന്നെ ആദ്യം വിളിച്ചത്. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. പിന്നെ ക്യൂബിനെ കുറച്ച് സോൾവ് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ക്യൂബ് എടുത്തു കൊടുത്തു, പിന്നെ മിക്സ് എടുത്തു കൊടുത്തു. എന്നിട്ട് മേരി ചേച്ചി എനിക്ക് ഷഫിൾ ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് മാമ സോൾവ് ചെയ്തു. എന്നിട്ട് സെക്കൻഡ് ഞാൻ സോൾവ് ചെയ്തപ്പോൾ എനിക്ക് 5 സെക്കൻഡ് കിട്ടി. അവിടെ 5.9 അത്ര. പിന്നെ 2/2 ചെയ്തു. അന്ന് 2/2 ഞാൻ പഠിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്നും ബേസിക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ 1 മിനിറ്റിന് അണ്ടർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് 25 സെക്കൻഡ്സിലെന്തോ ചെയ്തു.
ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ ഒരു വേദിയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല അല്ലേ? അപ്പോൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അപ്പൂപ്പനാണ് പാട്ടൊക്കെ പഠിപ്പിച്ചു തരുന്നതെന്ന് കേട്ടിരുന്നു. ആണ് അപ്പൂപ്പൻ പാട്ട് പഠിപ്പിക്കുന്ന ആളാണോ? എങ്ങനെയാണ് ഈ ഒരു മ്യൂസിക്കിലോട്ടുള്ള അപ്പൂപ്പനാണോ ശരിക്കും ഇൻസ്പിറേഷൻ ആയത്? അപ്പൂപ്പന് ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പൂപ്പൻ കർണാട്ടിക് മ്യൂസിക്കിലെ ഗാനഭൂഷണമാണ്. പിന്നെ അപ്പൂപ്പനും പഠിപ്പിക്കാറുണ്ട്. അപ്പൂപ്പൻ ഇപ്പം ഒന്നും പഠിപ്പിക്കുന്നില്ല. എന്നെയൊക്കെ ചിലപ്പോൾ പഠിപ്പിക്കാറുണ്ട്. ഞാൻ അപ്പൂപ്പൻ്റെ അവിടെയും പഠിക്കാറുണ്ട്. ഇപ്പൊ തുടർച്ചയായിട്ട് ക്ലാസ്സിന് പോകുന്നുണ്ടോ? തുടർച്ചയായിട്ട് ഇല്ല, തുടർച്ചയായിട്ട് അങ്ങനെ എപ്പോഴും പോകാൻ പറ്റത്തില്ല. കൂടുതലും റൂബിക്സ് ക്യൂബിനോടാണ് താല്പര്യം. അപ്പോൾ മ്യൂസിക് കൂടാതെ വേറെ ഏതൊക്കെ എക്സ്ട്രാ ഇൻസ്ട്രുമെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഏതൊക്കെയാണത്? അത് ഒന്ന് സൈലഫോണും പിന്നെ ഒരെണ്ണം മെലോഡിക്ക. എന്താണ്? മെലോഡിക്ക. അപ്പം ഇതൊക്കെ കുറച്ച് റെയർ ഇൻസ്ട്രുമെന്റ്സ് ആണ് അല്ലേ? അപ്പൊ ഇത് സൈലോഫോൺ ആണ്. അപ്പൊ ഇത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്യാവോ? ഇത് സൈലോഫോണിന്റെ സ്റ്റിക്കാണ്. ഇത് വെച്ചിട്ടാണ് പ്ലേ ചെയ്യുന്നത്. ഇത് റൈറ്റ് ഹാൻഡിൽ, ഇത് റൈറ്റിൽ, ഇത് ലെഫ്റ്റ് ഹാൻഡിൽ വെക്കും. ഓക്കെ, അപ്പൊ ചെയ്തു. ചെറുതായിട്ട് അപ്പൊ ഇനി നമ്മുടെ കയ്യിൽ മെലോഡിക്ക. ഇത് മെലോഡിക്ക ഏതാണ്? ഇതാണോ? ഇതാണ്. ഇത് കീബോർഡിന്റെ ഒരു മിനി വെർഷൻ ആണ് അല്ലേ? അതിനെയാണ് മെലോഡിക്ക എന്ന് പറയുന്നത്. അപ്പം ഇതാണ് മെലോഡിക്ക. അപ്പം ഇതിന്റെ ഒരു ചെറിയൊരു സെറ്റ് കൂടി വായിക്കാമോ? അപ്പോൾ പഠനത്തിൻ്റെ കൂടെ എല്ലാത്തിനും സമയം കിട്ടാറുണ്ടോ? മ്യൂസിക് ഉണ്ട്, കീബോർഡ് ഉണ്ട്, ഗിറ്റാറും ഇല്ലേ? ഗിറ്റാറുണ്ട്, വയലിനുണ്ട്, പിന്നെ സൈലോഫോൺ, മെലോഡിക്ക, ഒപ്പം മെയിൻ ആയിട്ടുള്ള റൂബിക്സ് ക്യൂബും എല്ലാം കൂടെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും? അത് ചോദിച്ചാല് ഞാൻ എല്ലാത്തിനും കുറച്ച് സമയം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും റൂബിക്സ് ക്യൂബൊക്കെ? എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും. അപ്പം എന്നോട് പറഞ്ഞത് 3x3 ആണല്ലേ? അപ്പം ഈ ഒരു ക്യൂബ് സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പം ഇത് സോൾവ് ചെയ്തു. ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് മാക്സിമം. ഇപ്പം ടൈമർ സെറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യും. കഴിഞ്ഞു, എല്ലാം സെറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ വിചാരിച്ച അത് കൺഫ്യൂഷൻ ആക്കി. ഓക്കെ, അപ്പം 43.56 സെക്കൻഡ്സിനുള്ളിലാണ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് അല്ലേ? അപ്പം പിന്നെ ഇനി ഇതൊന്നും കൂടാതെ വേറെ എന്തൊക്കെ കഴിവുണ്ട്? ഇതൊന്നും അല്ലാതെ പിന്നെ ക്രിക്കറ്റ്. ഡാൻസ് ഫീൽഡിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡാൻസ് ചെയ്യില്ല. ഓക്കെ, ഞാൻ അഭിനയിക്കും അല്ലേ? അപ്പൊ ഭാവിയിൽ ഒരു വലിയ നടനാവാനാണോ താല്പര്യം? അല്ല, ഭാവിയിൽ എന്താവാനാണ് താല്പര്യം? ഭാവിയിൽ എനിക്ക് നല്ലൊരു യൂട്യൂബർ ആവണമെന്നുണ്ട്. പിന്നെ റൂബിക്സ് ക്യൂബിന് റൂബിക്സ് ക്യൂബിൽ ഭയങ്കര വലിയൊരു ഷോറൂം അങ്ങനെ എന്തെങ്കിലും തുടങ്ങി ഒരുപാട് ക്യൂബിൻ്റെ കളക്ഷനൊക്കെ വെച്ച്. ഈ റൂബിക്സ് ക്യൂബിൽ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് പാറ്റേൺസ് ചെയ്യാൻ പറ്റും. ഒരുപാട് പാറ്റേൺസ് ചെയ്യാൻ പറ്റും. ഒരുപാട് പാറ്റേൺസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കോമ്പറ്റീഷന് ക്യൂബിനെ ലൂബ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ലൂബ് എന്ന് പറയുമ്പോൾ ക്യൂബിനകത്തൊരു സിലിക്കൺ ഓയിൽ സാധനമുണ്ട്. സിലിക്കണുണ്ട്, വാട്ടർ ബേസ് ഉണ്ട്, അങ്ങനെ കുറച്ചിതുണ്ട്. അത് കഴിക്കുമ്പോഴാണ് ക്യൂബിന് ഭയങ്കര സ്പീഡ് കൂടുന്നത്. ചെറിയ ട്രിക്കാണല്ലേ ഇതെല്ലാം? ഓക്കെ,
അപ്പം ഇനിയും ഒരുപാട് കഴിവുകളൊക്കെ പുറത്തെടുക്കാനുണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ളൊരു ടൈമില്ല അല്ലേ? പിന്നെ ആരാണ് ഇഷ്ടപ്പെട്ട മ്യൂസിഷ്യൻ? ഇഷ്ടപ്പെട്ട മ്യൂസീഷ്യൻ എം ജി സാറ്. ഇതൊരു പാറ്റേൺ ആണ് അല്ലേ? ഇത് എന്ത് ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ്. ഇനി ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഫ്ലാഗ്സ് ചെയ്യാൻ പറ്റും. പിന്നെ മൊസൈക്ക് ആർട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. എന്ന് വെച്ചാൽ ക്യൂബിനെ കൊണ്ട് നമുക്ക് ഒരാളെയോ ക്യൂബിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഭാവിയിൽ ഇതുപോലെ എന്താണ് ക്യൂബിനെ കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വലിയ കണ്ടുപിടുത്തമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം അല്ലേ? അപ്പം ഇത് കൂടാതെ അക്കാഡമിക്കലി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഇപ്പം എല്ലാവരും പറയില്ലേ ഡോക്ടർ ആവണം, ടീച്ചർ ആവണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്തെങ്കിലും എയിമുണ്ടോ? എനിക്ക് ഡോക്ടർ ആവണമെന്നൊന്നും ഒരു എയിമില്ല. ഇല്ല, ഇത് തന്നെയാണ്. ഡോക്ടറായാലും അക്കാഡമിക്സിനോട് താല്പര്യമില്ല, ഇത് ബാക്കി കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് ഇഷ്ടം അല്ലേ? ഇന്ത്യൻ ഫ്ലാഗ് ഇതേപോലെ എനിക്ക് ചെയ്തു. ഓക്കെ, അതിനിടയിൽ അത് ചെയ്തു. കാണാതെ അപ്പൊ ഇപ്പൊ നമുക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇനിയിപ്പോ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ വല്ലതും പോകാൻ പരിപാടി ഉണ്ടോ? ഉണ്ട്. പിരമിഡ്സ് ഞാൻ അന്നൊരു വീഡിയോ എടുത്തായിരുന്നു. അന്ന് എനിക്ക് 3 സെക്കൻഡ് കിട്ടി. 3 സെക്കൻഡ് കിട്ടി. അപ്പോൾ ഉടനെ നമുക്ക് അതും പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, അപ്പം ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തോ ഒന്ന് വിട്ടുപോയില്ലേ? എന്തായിരുന്നു? സംഗീതം. ഒരു പാട്ട് പാടാനുണ്ടായിരുന്നു അല്ലേ? അപ്പം ഇത്ര നേരം നമ്മൾ ലൈറ്റ് മ്യൂസിക്കല്ലേ പാടിയത്? അല്ല, ഒരു ആൽബം സോങ് പാടി. പിന്നെ നമുക്ക് വേണ്ടി റുബിക്സ് ക്യൂബ് ഒക്കെ ചെയ്തു തന്നു. പിന്നെ സൈലോഫോൺ, കീബോർഡ്, അല്ല മെലോഡിക്ക എല്ലാം നമ്മൾ ചെയ്തു. അപ്പൊ ഇനി നമുക്ക് വേണ്ടിയിട്ടൊരു സിനിമാ പാട്ട് കൂടി. ഓക്കെ, പാടിക്കും. സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ, മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ, വേദനയെപ്പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ. ഓക്കെ മോനെ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താണ്, ഈ ഒരു ചെറിയ പ്രായത്തിനുള്ളിൽ ഇത്രയധികം കഴിവുകളും അതുപോലെ ഇത്രയും നേട്ടങ്ങളും ഒക്കെ കൈവരിച്ച ഒരാളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. ചില്ലറ വ്യക്തിയൊന്നും അല്ല. അപ്പം ഇനിയും ഭാവിയിൽ വളരെയധികം നല്ല ഉയർച്ചയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു മോനെ. പുതിയ കഴിവുകളും പുതിയ പ്രഗത്ഭരുമായി വീണ്ടും ലിറ്റിൽ സ്റ്റാർസിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സോ അതുവരയ്ക്കും ദിസ് ഇസ് ആര്യ സൈനിങ് ഓഫ്. ബൈ ബൈ.